1976 ഏപ്രിൽ 19 സഞ്ജയ് ഗാന്ധി തുർക്ക്മാൻ ഗേറ്റ് പൊളിച്ച ദിവസം ഡാനിക്കൊരു കത്ത് വന്നു. സാറിനൊരു കത്തുണ്ട്. എനിക്കിതെവിടെ നിന്നാണ്? എനിക്കും അത്ഭുതമായി. താൻ തന്നെ ഇതൊന്നും അങ്ങോട്ട് പൊട്ടിച്ച് വായിച്ചേ. സാറിത് സാറിന്റെ മകളുടെ കല്യാണക്കത്താ. ലൂസിയാൻ? അതെ, ലൂസിയാൻ. എന്റെ മകളാടോ അത്? അവക്കടെ കല്യാണമാണോ? എവിടെ വെച്ചാണെന്ന് ഇതിനകത്തുണ്ടാ? ബാംഗ്ലൂരിൽ വെച്ച്, ചെറുക്കന്റെ സ്ഥലത്ത്. ഇതേത് മകളാണ് സാർ? ഇതാടോ എന്റെ മകള്. മാർഗരറ്റെ, എനിക്ക് 2 ആഴ്ച കഴിഞ്ഞൊന്ന് ബാംഗ്ലൂർ വരെ പോകണം. ബാംഗ്ലൂർക്കോ? എന്തിന്? എന്റെ മകളുടെ കല്യാണമാണ്. നിങ്ങളുടെ മകളാ? അതേ മാർഗരറ്റെ, എന്റെ മകളുടെ കല്യാണം. എവിടുന്നാ ഇപ്പൊ ഒരു മകള് വന്നത്? എവിടെയായിരുന്നു ഈ മകൾ ഇത്രയും കാലം? ഇനി എത്ര രഹസ്യങ്ങളുണ്ട് നിങ്ങൾക്ക്? മാർഗരറ്റെ, എന്നാട് നീ ഒന്നും ചോദിച്ചിട്ടില്ലല്ല. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് കൂടെ നീ അന്വേഷിച്ചിട്ടില്ലല്ല. എനിക്ക് കേക്കണ്ട. എങ്ങുമില്ലാത്തൊരു മകള് വന്നിരിക്കുന്നു. ഒരിടത്തേക്കും പോണ്ട. ഒരു കല്യാണത്തിന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. 16 വയസ്സായി ഇവിടെ നമ്മുടെ മോന്. അവരോട് എന്താ ഞാൻ പറയാ? നിങ്ങൾക്ക് പണ്ട് ഇങ്ങനെ ഒരു മോളുണ്ടായിരുന്നോ? അവനാട് നമ്മ പലതും പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ മാർഗരറ്റെ. നിങ്ങൾ എന്നെ പേടിപ്പിക്കാ? ആർ യു ബ്ലാക്ക്മെയിലിംഗ് മീ? ഒച്ചയിടണ്ട, ഞാൻ എങ്ങും പോണില്ല. റോബർട്ടിന്റെ കൂടെ എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം. എനിക്ക് പ്രാവശ്യം പോകാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാർഗരറ്റെ? അതൊക്കെ റോബർട്ടിന് അറിയാം. ഓ, പപ്പ, ഇതൊരു 5 മിനിറ്റ് നേരത്തെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ഞാനൊന്ന് കോളേജിൽ പോയ ശേഷം ഇഷ്ടം പോലെ വായിച്ചോ. പപ്പാക്കൊരു 20 രൂപ താടാപ്പാ. കള്ളു കുടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി അറിയണ്ട. 1978 ഒക്ടോബർ 27 കോളേജിലേക്ക് പോകുന്ന റോബർട്ടിനെ നമ്മൾ തൽക്കാലം ഇവിടെ ഉപേക്ഷിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ. 70കളുടെ അവസാനത്തിൽ മാർഗരറ്റും ഡാനിയും അതേ നഗരത്തിൽ ചവരോ മുതലാളിയുടെ വക മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. 1980 ഡിസംബറിൽ ഒരു രാത്രി മാർഗരറ്റിന്റെ വീട്ടിൽ പ്രൊഫസർ പത്മനാഭ മേനോനും സംഘവും ഒത്തുചേർന്നു. പുറത്ത് ആന്റണിയും നയനാരും ഒരുമിച്ച് ഭരിക്കുകയായിരുന്നു. മാർഗരറ്റിന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പ്രൊമോഷൻ കിട്ടിയതായിരുന്നു ഈ വിരുന്നിന് കാരണം. എവിടുന്ന ഈ മനോഹരമായ സംഗീതം? That's Danny. ഡാനി? Yes, my husband. വളരെ പ്രസിദ്ധനായ ഒരു സാക്സോഫോൺ പ്ലെയർ ആണ്. വിദേശത്തായിരുന്നു. എന്നിട്ട് എന്താ പുള്ളി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്? ഓ, അദ്ദേഹം ഒരു പ്രത്യേക ടൈപ്പാ. നെവർ ഗെറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് റൂം. ഓഹോ. അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ സാക്സോഫോൺ പ്ലേ ചെയ്യും. I see. മാഡം, ഒരു തവണ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വേണ്ടി ആസ്ക് ഹിം ടു പ്ലേ സാക്സ്. ഡാനി, ഹൗ ഈസ് ദ പാർട്ടി മാർഗരറ്റ്? ഞാൻ ദേ കൃത്യം മാർഗരറ്റ് പറഞ്ഞ ആ അളവിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ദേ ഇവിടെ വെച്ചേക്കുന്നുണ്ട്. അതല്ല ഡാനി, ഡാനി എന്റെ ഗസ്റ്റിന് വേണ്ടി ഒന്ന് സാക്സോഫോൺ വായിക്കണം. ഡാനി പ്ലീസ്. ഡാനി ഒരു ഫേമസ്
സാക്സോഫോൺ പ്ലെയർ ആയിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ ഫോട്ടോയ്ക്ക് ഒരു പർപ്പസ് ആയി കേട്ടാ. അങ്ങനെ നമ്മ വേറെ ഏതാണ്ടും കൂടെ ഫേമസ് സാക്സഫോൺ പ്ലെയർ. ഞാനേ വായിക്കാം, അവരോട് അവിടെ ഇരുന്ന് കേട്ടോളാൻ പറ. ഡാനി, നോ, ഞാനിവിടെ ഇരുന്ന് വായിക്കാം, എനിക്കാരെയും കാണണ്ട. ഇതുപോലെ നമ്മുടെ എക്കണോമിക്സിലെ സോമന്റെ വൈഫ് അസലായിട്ട് നൃത്തം ചെയ്യും. ആ